ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് വലിയൊരു സന്തോഷം പങ്കുവെക്കാനാണ്. ₹1 പോലും അധികം ചിലവാക്കാതെ പൂർണ്ണമായും സീറോ കോസ്റ്റിൽ ഞാൻ ചെയ്ത എൻ്റെ പച്ചക്കറിത്തോട്ടം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. വീട്ടിലെ പാഴ്വസ്തുക്കളും അടുക്കളയിലെ അവശിഷ്ടങ്ങളും മാത്രം ഉപയോഗിച്ച് എങ്ങനെ സമൃദ്ധമായൊരു തോട്ടമുണ്ടാക്കാം. വലിയ ചിലവുകളില്ലാത്ത കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ വലിയൊരു പ്രചോദനമാകുമെന്ന് എനിക്കുറപ്പാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നും പുറത്തേക്കെറിയുന്ന അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കുന്ന പഴയ ടയറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, സിമൻറ്റ് ചാക്ക് ഇതൊക്കെ വെറും വേസ്റ്റാണെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ എൻ്റെ തോട്ടത്തിൽ ഇവയൊക്കെയാണ് താരങ്ങൾ. ഈ കാണുന്ന ടയറുകളും കുപ്പികളും ഒക്കെ നോക്കൂ. ഇവയെല്ലാമാണ് ഇന്ന് മനോഹരമായ ചെടിച്ചട്ടികളായി മാറിയിരിക്കുന്നു. ഒരു പൈസ പോലും ചിലവാക്കാതെ നമ്മുടെ സർഗാത്മകതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു സീറോ കോസ്റ്റ് വണ്ടർലാൻഡ് നമുക്കും ഉണ്ടാക്കിയെടുക്കാം, അല്ലേ? അടുത്തതായി എൻ്റെ തോട്ടത്തിൻ്റെ വിജയരഹസ്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഉള്ളിത്തൊലി, മുട്ടത്തോട്, പഴത്തൊലി ഇതൊന്നും ഞാൻ കളയാറില്ല. കടയിൽ നിന്ന് വലിയ വില കൊടുത്തു വാങ്ങുന്ന വളത്തേക്കാൾ ഗുണമാണ് നമ്മുടെ വീട്ടിലെ ഈ മാലിന്യങ്ങൾക്കുള്ളത്. ഞാൻ ഇവയൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കരിയിലയിൽ നിന്നും കരിയില കമ്പോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഈ കമ്പോസ്റ്റ് ചെടികൾ നടാനും അതുപോലെ തന്നെ ചെടികൾക്ക് വളമായി നൽകാനും വളരെ ഗുണമുള്ള സംഭവമാണ്. ഇതുണ്ടാക്കാൻ ഒരു കാശിൻ്റെയും ചിലവില്ല കേട്ടോ. കുറച്ച് സമയത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിലേക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് സ്ലറി, ജൈവ സ്ലറി. അതും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതും നമ്മുടെ ചെടികൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ് ഫിഷ് അമിനോയും അതുപോലെ തന്നെ ഫിഷ് കമ്പോസ്റ്റും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് രണ്ടും നല്ല വളമാണ്. ചെടികളുടെ ഇരട്ടി, അതായത് 100 ഇരട്ടി വർധനവാണ് നമുക്കതിൽ നിന്ന് പച്ചക്കറികൾ കിട്ടുക. ഒരുപാട് പച്ചക്കറികൾ അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഫിഷ് അമിനോ ഞാൻ ഉണ്ടാക്കുന്നത് മത്തിയുടെ വേസ്റ്റിൽ നിന്നാണ്, അതായത് ചാള അതിൻ്റെ വേസ്റ്റിൽ നിന്നാണ്. തല ഉണ്ടാവും, അതുപോലെ മത്തി നന്നാക്കി കഴിഞ്ഞതിൻ്റെ കുടലും എല്ലാം കൂടി ശർക്കരയിലിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഫിഷ് അമിനോ. അതിനുശേഷം ഞാൻ ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കി. ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാ തരം മീനുകളുടെയും വേസ്റ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ചാരവും അതുപോലെ മീനിൻ്റെ വേസ്റ്റും കൂടിയിട്ടാണ് ഫിഷ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഒരുപാട് വേറെയും വളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് ധാന്യങ്ങൾ, നമ്മൾ കേടുവന്നു പോകുന്ന ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളങ്ങളും, അങ്ങനെ നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ നമുക്ക് കളയാം എന്ന് തോന്നുന്ന സംഭവങ്ങൾ അത് പുനരുപയോഗം ചെയ്ത് വളങ്ങളായിട്ടോ അല്ലെങ്കിൽ കീടനാശിനികളായിട്ടോ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ചെടികൾക്ക് വളങ്ങൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് കളയുന്ന ഈ വസ്തുക്കളിൽ നിന്നും എങ്ങനെ കീടനാശിനികൾ ഉണ്ടാകുന്നത്. നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി അത് നമ്മൾ കളയാറാണ് പതിവ്. അതുകൊണ്ട് നമുക്ക് നല്ല വളമല്ല, കീടങ്ങളെ നശിപ്പിക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കാന്താരിമുളകും നല്ല ഫെർട്ടിലൈസറാണ്. അതായത് നമ്മുടെ പച്ചക്കറികളിൽ വന്നിരിക്കുന്ന വെള്ളീച്ച, മുഞ്ഞ, അതുപോലെ തന്നെ ഉറുമ്പുകൾ, ഒരുപാട് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും പച്ചക്കറികൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന. അങ്ങനത്തതിനൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ് കാന്താരിമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള സ്പ്രേ. അത് നല്ലതാണ്. അതും ഞാൻ ഒട്ടും കാശ് ചിലവല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇനി നമുക്ക് പച്ചക്കറിയുടെ വിത്തുകൾക്കായിട്ടും പണം ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാവാകുന്ന നല്ല ഇനം പച്ചമുളകിൽ നിന്നോ അല്ലെങ്കിൽ തക്കാളിയിൽ നിന്നോ വെണ്ടയ്ക്കയിൽ നിന്നൊക്കെ നമുക്ക് വിത്തുകൾ ശേഖരിക്കാം. ഞാൻ എൻ്റെ തോട്ടത്തിൽ പാകി മുളപ്പിച്ചിരിക്കുന്ന മിക്ക ചെടികളും ഇങ്ങനെ എടുത്തതാണ്. കടയിൽ നിന്ന് പാക്കറ്റ് വിത്തുകൾ വാങ്ങി പണം കളയാറില്ല. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളിൽ നിന്ന് തന്നെ മികച്ച വിത്തുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ ശീലിച്ചാൽ അത് തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞൊരു കൃഷിത്തോട്ടം സെറ്റാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന തോട്ടത്തിലെ ഒരു പണിക്കും ഞാൻ പുറമേ നിന്ന് ഒരാളുടെയും സഹായം തേടാറില്ല. മണ്ണൊരുക്കുന്നത് മുതൽ തൈകൾ നടുന്നതും വളം നൽകുന്നതും ഈ പന്തൽ കെട്ടുന്നത് വരെ എല്ലാം ഞാൻ ഒറ്റക്കാണ് ചെയ്യാറ്. നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു തൈ വലുതായി വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് അനുഭവിച്ച് തന്നെ അറിയണം. ജോലി തിരക്കിനിടയിലും മനസ്സിൽ സന്തോഷം നൽകുന്ന ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മനസ്സ് വെച്ചാൽ മതിയില്ലേ.
ആരുടെയും ഒരു സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായി ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ചെയ്യാതിരിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു കൊച്ചു തോട്ടം ഒരു മറുപടിയാണ്. താഴെ മണ്ണില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ ടെറസ് എങ്ങനെ ഒരു വിളഭൂമിയാക്കി മാറ്റാമെന്ന് നോക്കൂ. ഓരോ ഇഞ്ചും കൃത്യമായി പ്ലാൻ ചെയ്താണ് ഞാൻ ചെടികൾ വെക്കുന്നത്. വെയിൽ കിട്ടുന്ന രീതിയും ചെടികൾക്ക് പടരാനുള്ള സൗകര്യവും നോക്കി നമ്മൾ തന്നെ ക്രമീകരിച്ചാൽ സിമൻറ്റ് തറയിലും നമുക്ക് പച്ചപ്പിൻ്റെ വിസ്മയം തീർക്കാം. ദാ എൻ്റെ ഈ കുഞ്ഞു തോട്ടത്തിലെ വെണ്ടയും ചീരയും പയറുമൊക്കെ എത്ര സന്തോഷത്തോടെയാണ് വളരുന്നതെന്ന് കണ്ടോ. ഇനി ഞാൻ പറയുന്നത് എൻ്റെ ഈ പച്ചക്കറികളൊക്കെ ഇത്ര ഉന്മേഷത്തോടെ നിൽക്കുന്ന ആ സീക്രട്ട് വളം, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ. തിളപ്പിച്ചാറിയ കഞ്ഞിവെള്ളം, അതെ, ഉപ്പിടാതെ തിളപ്പിച്ചാറിയ കഞ്ഞിവെള്ളമാണ് എൻ്റെ ഈ പച്ചക്കറിത്തോട്ടത്തിന് ഏറ്റവും സമൃദ്ധമായി ഞാൻ കൊടുക്കുന്നത്. ഇതൊക്കെ തികച്ചും സീറോ കോസ്റ്റ് വിദ്യകളാണ് കേട്ടോ. വലിയ വിലയുള്ള വിറ്റാമിൻ സപ്ലിമെൻറ്റുകളും പകരം നമ്മുടെ അടുക്കളയിൽ തന്നെ ഇതിനുള്ള പരിഹാരമുണ്ടെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. എൻ്റെ ചെറിയ ഈ ഗാർഡനിലെ ചെടികൾ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിദ്യകളാണ് കേട്ടോ. ഇനി ഇതിനെല്ലാം പുറമെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് മണ്ണില്ല എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അത് വെറും സീറോ കോസ്റ്റ് അല്ലേ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലരും പോട്ടി മിക്സ് തയ്യാറാക്കാൻ വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്നാൽ എൻ്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ പറമ്പിലെ മണ്ണും ഉണങ്ങിയ ഇലകളും ചകിരിച്ചോറും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജൈവവളവും ചേർത്താണ് ഞാൻ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അടിത്തട്ടിൽ കരിയിലകൾ നിറച്ച് അതിന് മുകളിൽ മണ്ണ് നിറക്കും. മണ്ണ് എന്ന് പറയാൻ ആകെ കുറച്ചുള്ളൂ കേട്ടോ. അതും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചുമന്ന മണ്ണുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഇച്ചിരി മണ്ണുണ്ട്, അതിൽ നിന്നാണ് മണ്ണെടുക്കുന്നത്. അപ്പോൾ ആ മണ്ണും ചേർത്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കമ്പോസ്റ്റ് കൂടി ചേർക്കും. ഇത് ചെടികൾക്ക് നല്ല വായുസഞ്ചാരവും ഈർപ്പവും നൽകും. ഒരു രൂപ പോലും പുറത്തു കൊടുക്കാതെ എങ്ങനെ മികച്ച ഗുണനിലവാരമുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കാമെന്നതിന് ഇത് നല്ല ഉദാഹരണമാണ് കേട്ടോ. എൻ്റെ ഓരോ ചെടിയും ഇതിൽ നട്ടിട്ടാണ് വളരെ മനോഹരമായി വളർന്നു വരുന്നത്. ഞാൻ കൂടുതൽ കരിയിലയും എടുക്കുന്നത് നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ്. ഇതിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ വീടിൻ്റെ മുറ്റം വളരെ ക്ലീനായി കൊടുക്കുകയും അതുപോലെ തന്നെ അത് കത്തിച്ച് കളഞ്ഞിട്ടുള്ള പുകയുടെ ശല്യം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് ആവശ്യമായ വളവും മണ്ണും ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. അതായത് കരിയില കമ്പോസ്റ്റായിട്ട് അത് ദ്രവിച്ച് നമ്മുടെ ചെടികൾക്ക് വേണ്ട പോഷകം നൽകും. അതുപോലെ തന്നെ മണ്ണില്ലാത്ത അവസ്ഥയിൽ നമ്മൾക്ക് ചെടി നടാനുള്ള ഒരു നല്ലൊരു ഉപാധി കൂടിയാണ് കേട്ടോ ഈ കരിയിലകൾ. അപ്പോൾ ഞാൻ ഈ ഒരുപാട് രീതികളൊക്കെ ഉപയോഗിച്ചാണ് വെറും സീറോ കോസ്റ്റ് ആയിട്ടുള്ള എൻ്റെ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഈ തോട്ടം എനിക്ക് നൽകുന്ന ഒരു മനസ്സമാധാനമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഈ പച്ചപ്പിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. അതിലുപരി എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഒരു തരി പോലും വിഷമില്ലാത്ത പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നതും വലിയൊരു സംതൃപ്തി എനിക്കുണ്ട്. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത ഈ തോട്ടം വെറും ഒരു കൃഷിയിടമല്ല, എൻ്റെ സന്തോഷത്തിൻ്റെ ഇടം കൂടിയാണ്. ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നിങ്ങളും കൃഷി തുടങ്ങൂട്ട. ആരോഗ്യവും സന്തോഷവും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.